നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഇന്നലെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ ബിന്ദു മേനോൻ ഇന്ന് രാവിലെ തൻ്റെ നിലപാട് മാറ്റിയതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഗണേഷ് കുമാർ തൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള KS ബാലഗോപാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം മുഖേനയാണ് ബിന്ദുവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ധാരണയിലെത്തിയത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ബാലഗോപാൽ നേരിട്ട് ഇരുവരെയും വിളിച്ച് സംസാരിച്ചാണ് ഇതിലിപ്പോൾ ഒരു ധാരണയാക്കിയിരിക്കുന്നത്. വഴക്ക് ഒത്തുതീർപ്പിലെത്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇന്നലെ രൂക്ഷമായ മറുപടി ബിന്ദുവിനെതിരെ പറഞ്ഞ ഗണേഷ് കുമാർ ഇന്നിപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്? അതിന് ഒരു പ്രധാന കാരണം ബിന്ദുവിൻ്റെ കൈവശം ഉള്ളതായി പറയപ്പെടുന്ന ഫോട്ടോഗ്രാഫ്സുകൾ തന്നെയാകാനാണ് സാധ്യത. വാളകത്തെ മന്ത്രിയുടെ കുടുംബ വീട്ടിൽ ചെന്ന ബിന്ദു കഴിഞ്ഞ ദിവസം മന്ത്രിയെയും മറ്റൊരു സ്ത്രീയെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിൻ്റെ ചിത്രങ്ങൾ തൻ്റെ കൈവശം ഉണ്ടെന്നും ആണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളായിട്ടുള്ള പ്രദീപും ശാന്തനും എല്ലാം ചേർന്ന് എൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു. അവിടെ എത്തിയ പോലീസ്, പിങ്ക് പോലീസും ലോക്കൽ പോലീസും ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. യാമിനി തങ്കച്ചി അല്ലേ എന്നാണ് ബിന്ദുവിനോട് പോലീസുകാർ ചോദിച്ചത് എന്നാണ് ഇന്നലെ അഭിമുഖത്തിൽ ബിന്ദു പറഞ്ഞത്. അതുമാത്രമല്ല, ഗണേശുമായി തനിക്കുള്ള അഭിപ്രായ ഭിന്നത മുഴുവൻ മറനീക്കി പുറത്തു വന്ന കഥകൾ മുഴുവൻ ഇന്നലെ ബിന്ദു പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നേരെ നിലപാട് മാറ്റുകയാണ് ബിന്ദു ചെയ്തത്. ഗണേഷ് തൻ്റെ ജീവനാണെന്നും ഗണേഷിനെ താൻ പരമാവധി സ്നേഹിക്കുന്നുണ്ടെന്നും താൻ കാരണം ഇടത് സർക്കാരിന് ഒരു കുഴപ്പവും ഉണ്ടാകരുത് എന്നും ആണ് പറഞ്ഞത്. മാത്രവുമല്ല, ഗണേഷ് തന്നോട് ക്ഷമാപണം നടത്തി എല്ലാ കുറ്റങ്ങളും താൻ പൊറുത്തു. ഗണേഷ് പറഞ്ഞത് ബിന്ദുവില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ബിന്ദു ഇപ്പോൾ പറയുന്നു ഗണേഷ് എൻ്റെ ജീവനാണ്, ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർത്തു, എല്ലാം വൈകാരിക പ്രശ്നങ്ങളായിരുന്നു, തനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു വൈകാരിക പ്രകടനത്തിൻ്റെ പുറത്ത് മാത്രമാണ് തനിക്ക് ഇന്നലെ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഇന്നലെ രാത്രി തന്നെ മന്ത്രി വിളിച്ച് ക്ഷമ ചോദിച്ചു, അതുകൊണ്ട് തന്നെ താൻ മന്ത്രിയോട് ക്ഷമിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇനിയും കുടുംബജീവിതം മുന്നോട്ട് പോകും എന്നാണ് ബിന്ദു പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ബിന്ദുവിനെതിരെ മന്ത്രി പ്രയോഗിച്ച വാക്കുകൾ വളരെ കടുപ്പമേറിയതായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് സംശയരോഗമാണെന്നും അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മാത്രവുമല്ല, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യവും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ തൻ്റെ കൈവശം സകലതിനും തെളിവുണ്ടെന്നും ഫോട്ടോഗ്രാഫുകൾ ഈ മന്ത്രിയും ഈ പറയുന്ന അന്യ സ്ത്രീയും തമ്മിൽ ഒത്തുചേരുന്ന ഫോട്ടോഗ്രാഫ് തൻ്റെ കൈവശമുണ്ടെന്നും തൻ്റെ മൊബൈൽ ഫോണിൽ ആ ഫോട്ടോകളെല്ലാം ഉണ്ടെന്നും താൻ തൻ്റെ ബന്ധുവായ മുൻ DGP R ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിനെ വിളിച്ചതെന്നും എല്ലാം കാര്യകാരണ സഹിതം പറഞ്ഞയാളാണ് ബിന്ദു. ഇത് കൂടാതെ 2019 അടുത്ത ഇടയിലും എല്ലാം ഉണ്ടായ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി തങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ മന്ത്രി ഗണേശൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറും ആത്മസുഹൃത്തുമായിട്ടുള്ള KS ബാലഗോപാലിനെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം ഇടനില നിന്ന് സംസാരിച്ചു, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. ബാലഗോപാലിൻ്റെ ഫോണിൽ നിന്നാണ് മന്ത്രി ബിന്ദുവിനെ വിളിച്ചതെന്നാണ് വിവരം. ബാലഗോപാൽ ഇടപെട്ട് സംസാരിച്ചതോടെ വിഷയങ്ങൾ പരമാവധി പറഞ്ഞു തീർത്തു. എന്തുകൊണ്ടാണ് ഗണേഷ് ബിന്ദുവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമാണുള്ളത്. ബിന്ദുവിൻ്റെ കൈവശമുള്ളതായി പറയുന്ന ക്ലിപ്പുകൾ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് സമാനമായ രീതിയിലാണ് ഗണേഷ് കുമാറിൻ്റെ കാര്യങ്ങളുടെയും പോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന ആരോപണം ഉയർന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്നൊരു ചോദ്യം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആദ്യം പീഡനത്തിനിരയായ യുവതിയുടെ വോയിസ് ക്ലിപ്പുകൾ ചാനലുകൾ പുറത്തുവിട്ടത്. ഇതിന് പുറകെ 3 യുവതികളുടെ പരാതി വരികയും ഒരു യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. സമാന രീതിയിലാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെയും കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം ഗണേഷ് കുമാറിനെ ഭാര്യ കയ്യോടെ പൊക്കി എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെതിരെ ഇന്നലെ പ്രതികരിച്ച ഗണേഷ് കുമാർ ശരിക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിൽ സംസാരിച്ചു, തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതോടെ ഭാര്യ അതിന് മറുപടിയുമായി രംഗത്ത് വന്നു. അപ്പോഴും ഗണേഷിന് കുലുക്കമില്ലായിരുന്നു. പക്ഷേ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ആ മന്ത്രിയും അന്യ സ്ത്രീയും തമ്മിലുള്ള രംഗങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ ഉണ്ടെന്ന് മന്ത്രിയുടെ ഭാര്യയായ ബിന്ദു പറഞ്ഞതോടെയാണ് മന്ത്രി ഇപ്പോൾ ഒരു ക്ഷമാപണത്തിനും ഒരു ഒത്തുതീർപ്പിനും തയ്യാറായത് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയതുപോലെ തന്നെ ഈ ക്ലിപ്പുകൾ പുറത്തേക്ക് പോകും. അതുമാത്രമല്ല, ഇന്റലിജൻസ് സംവിധാനം അടക്കം ക്ലിപ്പുകൾ പുറത്തു പോകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയെ വിവരം അറിയിച്ചതായിട്ടാണ് സൂചന. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ഉന്നതതല നേതാക്കളുടെയും സർക്കാരിൻ്റെ തലപ്പത്തുള്ളവരുടെയും നിർദ്ദേശപ്രകാരമാണ്
ഗണേഷ് ബാലഗോപാലിനെ കണ്ട് ബിന്ദുവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും ബിന്ദു തൻ്റെ ജീവനാണെന്നും ബിന്ദു ഒന്നിച്ചൊരു ജീവിതമാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെന്നും ഒക്കെയുള്ള തരത്തിലുള്ള ക്ഷമാപണം നടത്തിയതും എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ ക്ലിപ്പുകൾ വരുന്ന നാളുകളിലും ഗണേഷ് കുമാറിനൊരു വലിയ തലവേദനയാകും. ഈ ക്ലിപ്പുകൾ ബിന്ദുവിൻ്റെ കൈവശം ഉള്ളിടത്തോളം കാലം ഗണേഷ് കുമാറിന് ഇനി തൻ്റെ കളികളൊന്നും ഇറക്കാൻ സാധിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. തൽക്കാലത്തേക്കൊരു ആപത്ത് ഒഴിഞ്ഞുപോയി എന്ന് ആശ്വസിക്കാമെങ്കിലും ഗണേഷിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത.